ഈ തൗഹീദിനെ ഈ പുരോഹിതന്മാർ അത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു അനുഭവം ഞാൻ പറയാം. നമുക്കൊക്കെ കുടുംബ ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സ്ആപ്പ് ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ നാം സാധാരണ ഒരു 2 മിനിറ്റുള്ള ഒരു സലഫികളുടെ ഒരു പ്രസംഗം അതിലിട്ടാൽ എന്താണ് സംഭവിക്കാറുള്ളത്? പെട്ടെന്ന് അഡ്മിൻ നമുക്ക് വരും പേഴ്സണലായി, ആ പ്രഭാഷണം നീ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം, ആദ്യം പറയുക. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ കുടുംബവും നമ്മുടെ ഈ ചങ്ങാതിമാരൊക്കെ നല്ല ഐക്യത്തോടെ പോകുന്ന ഒരു ഗ്രൂപ്പാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, അതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ചെയ്തില്ല എങ്കിലോ നമ്മെ അവർ റിമൂവ് ചെയ്യും. ഒരുപാട് സഖാഫികളും ഫൈസികളും സമസ്തയിലുള്ള പ്രവർത്തകരും നമ്മുടെ ഒരു 2 മിനിറ്റിന്റെ സംസാരം കേൾക്കാൻ അവർക്ക് ഭയമാണ്. അവർക്കറിയാം ഈ സംസാരം ഖുർആനും ഹദീസാണ്, അത് കേട്ടാൽ ആളുകൾ മാറി ചിന്തിക്കും, തൗഹീദിലേക്ക് പോകും. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഒരു സഖാഫികളോ ഫൈസികളോ ഇവരുടെ ഏതെങ്കിലും ഒരു മുസ്ലിയാക്കൾ നടത്തിയ ഒരു പ്രഭാഷണം ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകർ അത് ഡിലീറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് 100% ഉറപ്പാണ് പകരായ സേനയുടെ പ്രഭാഷണം കേട്ടാണ് പല ആളുകളും മുജാഹിദായത്. അല്ലേ? നൗഷാദ് ഹസനി ഇന്ന് വിളമ്പിയ ഫിർഔനിനേക്കാളും അതപ്പതിച്ച അദ്ദേഹത്തിന്റെ ഒരു സംസാരമുണ്ടല്ലോ, ലോകം നിയന്ത്രിക്കുന്നത് ഏതോ ഒരു ഷെയ്ഖാണ്. ആ ക്ലിപ്പ് കേട്ട് എത്ര ആളുകൾ മുജാഹിദായിട്ടുണ്ട്. ഇത് എത്രത്തോളം അതപ്പതിച്ച കൗമാണെന്ന് വിചാരിച്ചു ഇവരുടെ ക്ലിപ്പ് കേട്ട് മുജാഹിദായവരുണ്ട്. എന്നാൽ നമുക്ക് ഉറപ്പാണ് ഇവരുടെ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഫലമില്ലാത്ത ആദർശമാണ്. എന്നാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലിപ്പോ ഒരു എഴുത്തോ ഒരു ടെക്സ്റ്റോ ഇവർ ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഈ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന പരിശുദ്ധ ഖുർആനാണത്, തിരുസുന്നത്താണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ ചാഞ്ചാട്ടമുണ്ടാക്കും, മാറ്റങ്ങൾ ഉണ്ടാകും, ആയിരങ്ങൾ സലഫിയത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംസാരത്തിൽ ഏതെങ്കിലും ഒരു സഖാഫിയുടെയോ ഫൈസിയുടെയോ സംസാരം കേട്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ സമസ്തയിലേക്ക് പോയ ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു സംസാരത്തിൽ ഏതെങ്കിലും ഒരു സഖാഫിയുടെയോ ഫൈസിയുടെയോ സംസാരം കേട്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ സമസ്തയിലേക്ക് പോയ ചരിത്രമുണ്ടോ? എവിടെയുമില്ല. നേരെ തിരിച്ചു നോക്കിയാലോ, നമ്മുടെ ഒരു എന്ത് പറയട്ടെ, ഒരു അര മുജാഹിദ് എന്ന് പറയാം, 1000 കോയിക്ക് അരക്കാട എന്ന് പറഞ്ഞതുപോലെ ഒരു അര മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ആ ഒരു ചെറിയ പയ്യൻ ഏതെങ്കിലും ഒരു സഖാഫിയോട് പോയി നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തിൽ ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സമസ്ത കഴിഞ്ഞു. ഇവരോട് ഈ 2 ചോദ്യം ചോദിച്ചാൽ മതി. ഇന്ന് ഇവർ നടത്തുന്ന ഈ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് കേട്ടവും പ്രാർത്ഥനയും, അതുപോലെ തന്നെ ഫുതുബിയത്തും റാത്തീബും ഹദ്ദാദും മരണ വീട്ടിലെ 3ഉം 7ഉം ആണ്ടും 40ഉം ഇങ്ങനെ തുടങ്ങി എല്ലാ അനാചാരത്തിലും ഒരൊറ്റ ചോദ്യം മതി, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? കഴിഞ്ഞു. അത് ഏതൊരു സാധാരണ ഒരു പ്രവർത്തനം ചോദിച്ചാൽ മതി. അതാണ് ഇവർക്ക് ഭയം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രബോധനം വളരെ ശക്തമായി നടക്കണം.